പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഒരാലോചനയ്ക്കുമായി ചേർത്ത് വയ്ക്കാൻ പോകുന്ന സമയമാണ്. ഇതിൻ്റെ ആരംഭത്തിൽ 2 ദൈവവചനം നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. 2 ദൈവവചനം ഒരാരംഭത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന 2 ദൈവവചനം. വിശുദ്ധ ഗ്രന്ഥം ഉള്ളവർ അതെല്ലാം തുറക്കുക. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ദൈവവചനം. അത് ഒന്നാമത്തെ വചനം സഭാപ്രസംഗകന്റെ പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്, സഭാപ്രസംഗകന്റെ പുസ്തകം, ബുക്ക് ഓഫ് എക്ലസിയാസ്റ്റസ്. സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം. ഈ വചനം ആർക്കെങ്കിലും അറിയാവോ? സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം. കാണാതെ പഠിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വചനമാണ്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഇപ്പോൾ ഓൺലൈനൊക്കെ ഇരിക്കുന്നവർ ചിന്തിക്കും, ഞങ്ങൾക്കുള്ളതാണോ? നിങ്ങൾക്കുള്ളതാണ്. എല്ലാവരും കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. കിട്ടിയോ? സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്ലസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് 1. വചനം ഇങ്ങനെയാണ്: ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോണം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവാലയത്തിൽ പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കണം? സൂക്ഷ്മതയുള്ള വ്യക്തിയായിരിക്കണം, സൂക്ഷ്മതയുള്ള ജാഗ്രതയുള്ള വ്യക്തിയായിരിക്കണം. ഇന്ന് ഈ പോട്ടാശ്രമത്തിലോട്ട് വന്നല്ലോ, ഒത്തിരി ത്യാഗം സഹിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണം. സൂക്ഷ്മതയുള്ള വ്യക്തിയായിരിക്കണം, ശ്രദ്ധയുള്ള വ്യക്തിയായിരിക്കണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, സൂക്ഷ്മതയുള്ള വ്യക്തിയായിരിക്കണം. ഇത് തന്നെയാണോ പറഞ്ഞത്? സൂക്ഷ്മതയുള്ള വ്യക്തിയായിരിക്കണം. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് ഉത്തമം. ഇത് ശ്രദ്ധിച്ചു കേൾക്കാൻ എങ്ങനെയാണ്? പുറകോട്ട് പോകുന്നതല്ല, മറിച്ച് അടുത്ത് വരുന്നതാണ് വളരെ ഉത്തമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും ഈ കാര്യം മനസ്സിലുണ്ടാവണം. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇത് മനസ്സിൽ സൂക്ഷിക്കണം. 2 കാര്യങ്ങൾ. ഒന്നാമത്തത് ശ്രദ്ധയുണ്ടാവണം. രണ്ടാമത്തത്, ഈ ശ്രദ്ധ കിട്ടണമെങ്കിലുള്ള ഒരു ഗുണം പുറകോട്ട് പോകുന്നതല്ല, മറിച്ച് അടുത്തു വരുന്നതാണ് ഉത്തമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുവാണ് ഇച്ചിരും കൂടെ അടുത്തിരിക്കണമെന്ന് തോന്നിയാൽ കേറിപ്പോര് കേട്ടോ, സ്ഥലമുണ്ട്, കേറിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും സൂക്ഷ്മതയുള്ളവരായിരിക്കുക. ഇത് ശ്രദ്ധാപൂർവം കേൾക്കാൻ നിങ്ങൾ അടുത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ചേർന്നിരിക്കണം. ഇതാണ് ഒന്നാമത്തെ വചനം. രണ്ടാമത്തെ വചനം അത് യെശയ്യായുടെ പ്രവചനം 56-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 56, 56-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനമാണ്. ബൈബിൾ തുറക്കുക, ഒന്ന് കണ്ടുപിടിച്ചേ. യെശയ്യായുടെ പ്രവചനം 56-ാം അധ്യായം ചാപ്റ്റർ 56 വേഴ്സ് 7. ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എന്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും, എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. ഈ പോട്ടാശ്രമത്തിലെ ഈ അന്തരീക്ഷത്തിൽ വന്നിരുന്ന് വചനം കേൾക്കുമ്പോൾ
ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സന്തോഷം. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകും. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, കർത്താവ് നിനക്ക് സന്തോഷം നൽകും. പറഞ്ഞുകൊടു. സന്തോഷം നൽകും. ഹല്ലേലൂയ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറയണം, നിങ്ങൾക്ക് സന്തോഷം നൽകും കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ബലിപീഠത്തിൽ അവരർപ്പിക്കുന്ന ദഹന ബലികളും മറ്റു ബലികളും സ്വീകാര്യമായിരിക്കും. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിന് സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞോ. നമ്മുടെ ഈ പോട്ടാശ്രമം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാ ആലയമാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം. 24 മണിക്കൂറും തുറന്ന് ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു ആലയം. 365 ദിവസവും ഇതുപോലെ ശുശ്രൂഷ നടക്കുന്ന വേറെ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളുണ്ടോ? ഉണ്ടോ? എൻ്റെ അറിവിലില്ല. 365 ദിവസവും ഇതുപോലെ അനുദിന ശുശ്രൂഷ നടത്തുന്ന, അല്ലേ? എത്ര കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും, എത്ര കടുത്ത വേനലാണെങ്കിലും, എത്ര കൊറോണയുടെ മഹാമാരിയാണെങ്കിലും ഇവിടെ ഈ ആലയത്തിൽ ശുശ്രൂഷ മുടങ്ങാതെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും നാളും കർത്താവ് നടത്തിയ ഈ വലിയ കൃപയെ ഓർത്തുകൊണ്ട് നന്നായിട്ട് ഒരിക്കൽ കൂടെ കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈ പോട്ടാശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് ഇതേ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് പങ്കെടുക്കുന്നേ? എന്തിനാ ഇങ്ങനെ പങ്കെടുക്കുന്ന? ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഇടവകയിലോ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ കേൾക്കുന്നവരായിരിക്കും. ഞാൻ നിനക്ക് കേട്ടിട്ടുണ്ട്, എന്തിനാ ഈ പോട്ടാശ്രമം വരെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ? നീ എന്തിനാ ഈ രാവിലെ കൊച്ചുവെളുപ്പാങ്കാലത്ത് എന്തിനാ ഈ പോട്ടാശ്രമത്തിലേക്ക് പോണത്? കയ്യിൽ ബൈബിള് നോട്ട് ബുക്കൊക്കെ പിടിച്ച് എന്തിനാ പോണേ? ഈ പോട്ടാശ്രമത്തിലെ താമസിച്ചുള്ള ധ്യാനത്തിന് എന്തിനാ പോണേ? എന്തിനാ പോട്ട ആശ്രമം വരെ ഈ മണ്ണിലേക്ക് എന്തിനാ വരണേ? ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അവിടം വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ? ദൈവം പൊട്ടനൊന്നും അല്ലല്ലോ. ഇന്നാളൊരു ചേട്ടൻ പറഞ്ഞതാ, ദൈവം പൊട്ടനൊന്നും അല്ലല്ലോ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും, അവിടം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു കൊടുത്തതാ, നീ ഇന്നും പോകണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും വിടത്തില്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഈ പോട്ട ആശ്രമം വരെ പോകേണ്ട കാര്യം ഉണ്ടോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്നാന്നറിയോ? എന്തിനാണ് ഇവിടം വരെ നമ്മൾ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എന്താ ഈ പോട്ട ആശ്രമത്തിന്റെ പ്രത്യേകത? ചോദിച്ചു നോക്കൂ. ചോദിക്കാൻ പറ്റിയ ചോദ്യം അല്ലേ? ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യത്തിൽ ഈ വിഷയം ഇത് നിങ്ങളല്ല ഇത് കേൾക്കേണ്ടത്, മറിച്ച് കേൾക്കേണ്ടത് ആരാന്നറിയോ? ഇവിടെ വരാത്തവരാണ് കേൾക്കേണ്ടത്. ഇതിനെതിരെ സംസാരിക്കുന്നവരാണ് കേൾക്കേണ്ടത്. ഇവിടെ വരുന്നതിന് തടയിടുന്നവരാണ് കേൾക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ വിഷയം ഇത് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, അവർക്ക് അയച്ചു കൊടുക്കണം, എന്നിട്ടൊന്ന് കേൾക്കാൻ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ, അല്ലാതെ ഊഹാപോഹങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചിലർ ചിന്തിക്കും, ഈ കത്തനാര് പോട്ട ആശ്രമത്തിൽ അച്ഛനായതുകൊണ്ട് അച്ഛൻ പറയുന്നു പോട്ട ആശ്രമത്തിൽ വരുന്നതിന്റെ പ്രാധാന്യം എന്ത്, അല്ലേ? ഈ അച്ഛൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലോ അട്ടപ്പാടിയിലോ BLM-ലോ അണക്കരയിലോ കൃപാസനത്തിലോ, അല്ലേ, തിരുവനന്തപുരത്തുള്ള ഡാനിയൽ അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിലോ അട്ടപ്പാടിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അച്ഛൻ ആ ധ്യാന കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞേനെ. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിച്ചോണം.
ഓരോ സ്ഥലവും ദൈവം തെരഞ്ഞെടുക്കുന്നതാണ്, അല്ലേ? ആ, എന്തിനാ വേളാങ്കണ്ണിക്ക് പോകുന്നേ? എന്തിനാ ലൂർദിൽ പോകുന്നേ? എന്തിനാ ഫാത്തിമയിൽ പോകുന്നേ? എന്തിനാ ഇത്ര ദൂരം കൃപാസനത്തിൽ പോകുന്നേ? ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പോകണം, ദൈവം തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ പോകണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ആശയം പറയുന്നതാണെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം? ചില വചനങ്ങളുടെ ബലത്തിൽ പറയണം. നമുക്ക് ഉദാഹരണത്തിന് ആദ്യം തന്നെ എടുത്ത് വായിക്കാവുന്ന സുന്ദരമായ വചനം, അത് മക്കബായരുടെ 2-ാം പുസ്തകം. അങ്ങനെ ഒരു പുസ്തകമുണ്ട് കേട്ടോ. മക്കബായരുടെ 1-ാം പുസ്തകമുണ്ട്, മക്കബായരുടെ 2-ാം പുസ്തകമുണ്ട്. മക്കബായരുടെ 2-ാം പുസ്തകം, ബുക്ക് ഓഫ് മക്കബായർ, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 5, 5-ാം അധ്യായം 19 ഉം 20 തിരുവചനം. ചാപ്റ്റർ 5 വേഴ്സ് 19 and 20. 19 ഉം 20. 19-ാം തിരുവചനം, 20-ാം തിരുവചനം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. നമ്മളൊന്ന് അത് ആദ്യം വായിക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കർത്താവ് നയിക്കും. വായിക്കാം. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് 19-ാം തിരുവചനം പറയുന്നത്. ഒന്നും കൂടെ വായിച്ചേ, ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ഒരു സ്ഥലത്തെ തെരഞ്ഞെടുപ്പ്. ഈ പോട്ടാശ്രമത്തെ ദൈവം തെരഞ്ഞെടുത്തത്, ഒരു ധ്യാന കേന്ദ്രത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നത് എങ്ങനെ? വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്നറിയോ? ദൈവം ഈ സ്ഥലം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ സ്വപ്നത്തിൽ, ദൈവത്തിന്റെ മനസ്സിൽ ദൈവം ഒരു പറ്റം ജനതയെ കാണുകയാണ്. ഈ ജനതയ്ക്ക് സൗഖ്യത്തിനും ആരാധനയ്ക്കും ബലിയർപ്പണത്തിനും വേണ്ടി ദൈവം ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്നു. ദൈവം ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്നു. അതാണ് വചനം പറഞ്ഞു. ഒന്നും കൂടെ വായിച്ചേ. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വ്യക്തമായിട്ടൊരു ബോധ്യം നൽകി. പ്രിയപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പലച്ചനിലൂടെയും പനയ്ക്കലച്ചനിലൂടെയും ഒക്കെ ഈ സ്ഥലം ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയമായിട്ട് തെരഞ്ഞെടുത്ത്, ആർക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നേ? ഇത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ കൈയടിക്കണമെന്നുണ്ടാവും. നന്നായിട്ട് കൈയടിച്ച് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. അപ്പൊ ഈ പോട്ട ആശ്രമത്തില് ദേ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു അച്ഛന് തോന്നി എന്നാ പിന്നെ ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങിയേക്കാം, കുറെ ആളുകൾ വരുമായിരിക്കും. നോ, അങ്ങനെയല്ലെന്ന്. അങ്ങനെ ഒരാളുടെ ബുദ്ധിയിൽ തോന്നിയാൽ നടക്കുന്നൊരു കാര്യമല്ല. മറിച്ച് ദൈവം, സർവശക്തനായ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അനാദി മുതലേ ദൈവം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തൊരു സ്ഥലമാണ് ഈ പോട്ടാശ്രമം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആലയത്തിന് അങ്ങനെ ഒരു കൃപയുണ്ട്. ഒരുപക്ഷെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന വൈദികർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാം ഈ മണ്ണിനും അന്തരീക്ഷത്തിനും ഒരു വലിയൊരു അഭിഷേകമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആന്തരിക സൗഖ്യ ധ്യാനം, താമസിച്ചതുള്ള ധ്യാനത്തിന്റെ 2-ാം ദിവസത്തിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് വ്യക്തിപരമായിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെയധികം അലർജി രോഗമുള്ള ഒരു വ്യക്തിയാണ്. അച്ഛാ, ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പോട്ടാശ്രമത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തോട്ട് കടന്നു കഴിഞ്ഞപ്പോ
എന്താന്നറിഞ്ഞുകൂടച്ചാ, എന്റെ ശരീരത്തിലേക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ, അയാൾ പറഞ്ഞ വചനം അങ്ങനെ തന്നെയാ, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അദ്ദേഹം പറയാ, ഞാൻ വിചാരിച്ചു ഇതെന്റെ ഒരു തോന്നലായിരിക്കും. ഞാൻ പിന്നെ ഇവിടെ വന്നു, ധ്യാനത്തിന് രജിസ്ട്രേഷൻ നടത്തി, പിന്നെ ധ്യാനത്തിന്റെ ആരംഭത്തിലുള്ള ജെറീക്കോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു. അച്ഛാ, അതേ 2-ാം ദിവസമാണ്. അച്ഛാ, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ ആലയത്തിന്റെ ഗേറ്റ് കടന്ന് ആ കാൽപാദം ചവിട്ടിയ നിമിഷം മുതൽ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അലർജി രോഗം അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നും, പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുവോ? ഇവിടെ ഇരിക്കുന്ന അനേകര്, ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകര് കർത്താവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ മാത്രമുണ്ട്. ഈ മണ്ണിൽ നടന്നത് കണ്ടതും കേട്ടവരുമാണ്, അനുഭവിച്ചവരുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവര്. ഏതെങ്കിലുമൊക്കെ ഒരു അഭിഷേകം അനുഭവം കണ്ടവരോ കേട്ടവരോ അനുഭവിച്ചവരോ ഒന്ന് കൈ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. കണ്ടില്ലേ, ഒട്ടുമുക്കാൽ എല്ലാവരും തന്നെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്നായിട്ടൊന്ന് കൈയടിച്ച്, ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതായത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുക. ദൈവം ഒരു സ്ഥലം ഇങ്ങനെ തെരഞ്ഞെടുത്ത് അവിടേക്ക് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് വചനത്തിലൂടെ പറയുന്നത്. എന്തിനാ പോട്ട ആശ്രമം വരെ പോകുന്നത്? എന്തിനാ ഇന്ന സ്ഥലം വരെ പോകുന്നത്? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ? ദൈവം പ്രാർത്ഥന കേൾക്കുകയല്ലേ? ദൈവം പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ ഉത്തരം പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം, ബൈബിൾ ഉള്ളവരും തുറന്നേ. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം. വളരെ സുന്ദരമായിട്ടുള്ളൊരു കാര്യം കർത്താവിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ പോവാ. ഒന്ന് വായിച്ചേ. നിയമാവർത്തന പുസ്തകം 12:11. അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഒന്നും കൂടെ വായിച്ചേ, ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം, നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയാ, ഞാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും, ഞാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. അങ്ങനെ വചനം. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകുന്ന അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും. കർത്താവ് കൊടുത്ത വാഗ്ദാനാണ്. 10-ാം വചനം. 11-ാം വചനം പറയുന്നു, അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി, അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ദൈവം ഉണ്ടോ? പറയ്. ഈ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ദൈവം ഉണ്ടോ? കേട്ടില്ല. ഉണ്ടോ? ഉണ്ട്. അടുത്ത ചോദ്യം, എല്ലാ സ്ഥലവും ദൈവീകമാണോ? അല്ല. എല്ലാ സ്ഥലത്തും ദൈവം ഉണ്ടോ? എന്നാൽ എല്ലാ സ്ഥലവും ദൈവീകമാണോ? ഉദാഹരണത്തിന് മന്ത്രവാദം, കൂടോത്രം, ദുർമരണം, ഒരു തിന്മ സംഭവിക്കുന്ന സ്ഥലത്ത് അവിടെ ആര് വസിക്കും? പറ. തിന്മ വസിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പ്രത്യേകത അവിടുന്ന് ആരംഭിക്കുന്നത്. എന്തിനാ നമ്മൾ ഒരു വീട് പണിത് കഴിയുമ്പോൾ ആ വീട് വെഞ്ചരിക്കുന്നത്? ഒരു വീട് പണിയുന്ന ആരംഭത്തിലും ഇടവക വികാരിയച്ഛനെ കൊണ്ടുവന്ന് ആ സ്ഥലം ബ്ലസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്നറിയോ? ഇപ്പൊ ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങോട്ട് നോക്കിക്കേ, ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. പറ്റുമെങ്കിൽ ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഒരു ധ്യാനമൊക്കെ കൂടി വിശുദ്ധീകരിക്കപ്പെടണം. എന്നിട്ട് വേണം ആ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാൻ.
എന്നിട്ട് വേണം ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ ഇവിടെ മിക്കവാറും വരാറുണ്ട്. അച്ഛാ പ്രാർത്ഥിക്കച്ചാ സ്ഥലം വിൽപ്പന നടക്കണ അച്ഛാ. ഇയാൾ എപ്പോഴും പറയും. എന്നിട്ട് ഇയാള് പല സ്ഥലങ്ങളിൽ അന്തോനിസ് പുണ്യവാളന്റെ നൊവേന നടത്തുന്നു, യൂദാ തദ്ദേശിന് എല്ലാം ചെയ്യും, ഓടി നടപ്പാണ്. ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ചേട്ടനും കുടുംബവും ഒരു ധ്യാനം കൂടണ്ടേ? അയ്യോ അച്ഛാ സമയമൊന്നും ഇല്ല അച്ഛാ ഈ സ്ഥലം വിൽപ്പന ആ സ്ഥലത്ത് വിൽപ്പന നടക്കണമെങ്കിൽ ആദ്യം ആ സ്ഥലത്ത് താമസിക്കുന്നവര് വിശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ തമാശയായിട്ട് എടുക്കരുത്. ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഞാൻ 7 നൊവേന ചെയ്തു, 9 നൊവേന ചെയ്തു, നല്ല കാര്യം, ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത്. പക്ഷെ അതിനു മുമ്പ് ആ സ്ഥലത്ത് ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടണം. ഉദാഹരണത്തിന് നിങ്ങളുടെ മകൻ കാനഡയ്ക്ക് പോകുന്നു, ജർമ്മനിക്ക് പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകുന്നു, വളരെ നല്ല കാര്യം, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഈ മകനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ വിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് വേണം വിടാൻ. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ, ഇവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു തിന്മ അതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം അത് കുടുംബനാഥൻ ഒരു ടീച്ചറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എന്നോട് പറയാണ്, അച്ഛാ എന്റെ മകൻ നല്ല മിടുക്കനാ, പാവമാച്ചാ, പക്ഷേ ഈ അടുത്ത നാളുകളിൽ ഇച്ചിരി പ്രശ്നത്തിലൊക്കെ വീണു. അതെ അവൻ പാവമാണ്, പക്ഷെ അച്ഛനറിയും ഈ പ്രദേശത്തുള്ള കുറെ പിള്ളേര് അവന്മാര് കാരണമാണ് അച്ഛാ എന്റെ മകൻ ഇങ്ങനെയായത്. എന്റെ മകൻ പാവമാണ്, അവൻ ഇങ്ങനെയാകാൻ കാരണം ആരാണ്? ഈ പ്രദേശത്ത് കുറെ കുരുത്തം കെട്ട കുറെ കുട്ടികളുണ്ട്, ഇതേ സ്വഭാവത്തിലുള്ള അവന്മാര് കാരണമാണ് ഇവൻ ഇങ്ങനെയാകാൻ കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇപ്പൊ എന്താ സഹോദരൻ ഉദ്ദേശിക്കുന്ന എന്നാ പരിപാടി? അച്ഛാ ഞാൻ ഇവനെ ജർമ്മനിക്ക് വിടാൻ പോവാ. ജർമ്മനിക്ക് വിടാൻ പോവാ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജർമ്മനിക്ക് വിടുന്നതൊക്കെ നല്ലതാ, പക്ഷേ ഇവൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് നമുക്കൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു ധ്യാനമൊക്കെ കൂടി ഇവന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം വേണ്ടേ? അച്ഛാ ഞാൻ പറഞ്ഞില്ല, ഇവൻ പാവാച്ചാ, ഇവൻ പാവമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവനൊരു സ്ഥലത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഇവൻ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവൻ ജർമ്മൻ ഭാഷ കോച്ചിങ് സെന്ററിൽ ചെന്ന സ്ഥലത്ത് ഇവൻ ലഹരി മരുന്ന് കടത്തൽ പരിപാടി തുടങ്ങി. കോച്ചിങ് സെന്ററിൽ ചെന്നിട്ട് ഇവൻ അവിടെ ഡ്രഗ്സ് വിൽപ്പന തുടങ്ങി. പോലീസ് പിടിച്ചു, ഇവനെയും പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട കാര്യം, നമ്മുടെ മകൻ നല്ലതായിരിക്കാം, മറ്റുള്ളവര് കാരണമായിരിക്കും മോശമാവുന്ന, പക്ഷേ ഒരു കാര്യത്തിന് വിടുന്നതിന് മുമ്പ് അവനെ ആദ്യം ഒന്ന് ശരിയാക്കണമെന്ന്. ഒരു ധ്യാനത്തിനൊക്കെ വിട്ട്, ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടൊക്കെ ഒരു ധ്യാനത്തിന് കൗൺസിലിങ്ങിനൊക്കെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് വേണം വിടാൻ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവം ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന്റെ വളരെ പ്രത്യേകത ഇതാണ്. എന്നിട്ട് ദൈവം പറയണ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീ പോകണം. ഈ പോട്ടാശ്രമം ദൈവം തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ചാലക്കുടിയിൽ, ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു മാത്രം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് എന്താ? ആ ദൈവം തിരഞ്ഞെടുത്തത് ഈ ആലയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ലോകം മുഴുവൻ. നിങ്ങളിപ്പോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ചാലക്കുടി അറിയണമെന്നില്ല, പക്ഷെ എന്തറിയും? പോട്ടാ അല്ലേ? പോട്ടാ. ഞങ്ങളുടെ അമേരിക്കയിലെ ധ്യാനകേന്ദ്രത്തിന്റെ റോഡ് സൈഡിൽ ആ ധ്യാനകേന്ദ്രം എഴുതി വെച്ചിരിക്കുന്നത് പോട്ട റിട്രീറ്റ് സെന്റർ. പോട്ട. അപ്പൊ അവിടെയുള്ള സായിപ്പിനും മദാമയ്ക്കും പോലും പോട്ട അറിയാം. ഇതെങ്ങനെയാ ഈ പോട്ട അവിടെ എറിഞ്ഞത്? ഓസ്ട്രേലിയയിലുള്ള ധ്യാനകേന്ദ്രം, ആഫ്രിക്കയിലുള്ള ധ്യാനകേന്ദ്രം, അല്ലെ, ഇന്ത്യയിൽ തന്നെയുള്ള ഡൽഹിയിലുള്ള ധ്യാനകേന്ദ്രം, ബോംബെയിൽ, എല്ലായിടത്തും പോട്ട. ദൈവം തെരഞ്ഞെടുത്തൊരു മണ്ണ.
അപ്പൊ ഇവിടെ ഇരിക്കുന്നവര് ആ അഭിമാനത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സ്വർത്തി പറഞ്ഞ ഹാലേലുയ. Hallelujah. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറ, ഒരു അഭിമാനം വേണമെന്ന് പറ. നിസാരപ്പെട്ട സ്ഥലത്തല്ല നീ ഇരിക്കുന്നത്, മറിച്ച് ദൈവം തെരഞ്ഞെടുത്തൊരു സ്ഥലത്താണ് നീ ഇരിക്കുന്നത്. ദൈവം തെരഞ്ഞെടുത്തൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയോന്ന് അറിഞ്ഞുകൂടാ, ഈ ശുശ്രൂഷയ്ക്കൊക്കെ വേണ്ടി വിദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ആളുകളെ കാണുമ്പോ, ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവരുടെ ആഗ്രഹം എന്നാന്നറിയോ? അച്ഛാ, ഞങ്ങൾക്കൊന്ന് പോട്ടയിൽ വരെ വരണം. ഈ ലോകത്തുള്ള ജനതയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അച്ഛാ ഞങ്ങൾക്ക് ഈ പോട്ട ആശ്രമം കേട്ട് കേട്ട് ഞങ്ങൾക്കൊന്ന് അവിടം വരെ വരണം. ഇവിടെയുള്ള നമുക്കോ? ഞാനീ പറഞ്ഞത് വിദേശത്തുള്ളവര് അവിടെ നിന്ന്, അച്ഛാ ഇന്ത്യയിൽ അവധിക്ക് വരുമ്പോൾ, മലയാളികളൊന്നുമല്ല, ഇന്ത്യയിൽ അവധിക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പോട്ട ആശ്രമം വരെ വരണം, ഇവിടം വരെ ഒന്ന് വരണം. അത് അവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ മലയാളികളാണെങ്കിൽ പോലും എവിടെയെങ്കിലും വെച്ച് കാണും, അച്ഛാ അടുത്ത അവധിക്ക് വരുമ്പോ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങി നേരെ പോട്ട ആശ്രമത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇങ്ങനെയൊക്കെയാണ് പുറത്തുള്ളവരുടെ ആഗ്രഹം. ഇപ്പൊ ഒരുപക്ഷെ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ എത്രയോ ദൂരങ്ങളിൽ ഇരുന്ന് പങ്കെടുക്കുന്നവന്റെ ആഗ്രഹമാണ് ഇതുപോലെ ഈ ആലയത്തിൽ വന്നിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരുടെ അവസ്ഥയോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ, കണ്ടില്ലേ ഇരിക്കുന്നത്? അതായത് അങ്ങ് ദൂരങ്ങളിലുള്ളവന്റെ ആഗ്രഹമാണ് ഈ മണ്ണിലൊന്ന് കാല് ചവിട്ടണമെന്ന്, ഇവിടെ വന്നൊന്ന് സ്തുതിക്കണം. എന്താ ഇതിന് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ 24 മണിക്കൂർ ഉയരുന്ന ഈ സ്തുതി ഗീതങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇപ്പൊ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ സ്വരം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വരം, അതെന്തിന്റെ സ്വര? പറഞ്ഞേ. ദേ ഹല്ലേലൂയ, സ്തുതി ഗീതങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അല്ലേ? നമ്മൾ ഇതിന്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഞാൻ ഈ അകത്തോട്ട് പ്രവേശിക്കുന്ന, ഞാൻ കാല് ചവിട്ടുന്ന ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ദൈവമേ, സ്തുതി ഗീതങ്ങൾ 1-2 വർഷത്തൊന്നുമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ ദൈവജനം ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. നിങ്ങളൊക്കെ ഇരിക്കുന്ന ഈ കസേരയ്ക്ക് പറയാനുണ്ട് കഥകൾ, വല്ലോ അറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോ കസേരയിലും ഈ സമയത്ത് മാത്രമല്ല, വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്. ഇവിടെ വന്ന് ആരോടും പറയാതെ എങ്ങലടിച്ച് ഒരു മൂലയിലിരുന്ന് കരഞ്ഞിട്ട് പോകുന്ന ആളുകൾ, നീണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ ആലയത്തിൽ വന്ന് മുട്ടുകുത്തി തന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് പോകുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, ഈ അന്തരീക്ഷം, ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ണാണ്. നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഇപ്പൊ ഒരു വൈദികൻ എന്ന നിലയിൽ എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ എന്താ ഞാൻ പറയണേ? ഞാൻ എവിടുന്നാ വരണേ? ഞാൻ പറയണത് എന്നതാ? അഭിമാനത്തോടെ പറയണത് പോട്ട ആശ്രമത്തിൽ നിന്നാ വരണേ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾ കൈയും കൂപ്പി എന്നെ നോക്കണത് എന്നതാ? പോട്ട ആശ്രമത്തിൽ നിന്നാ വരണേ. അപ്പൊ അവരുടെ ഉള്ളില് ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഈ ആലയത്തിൽ ഉയരുന്ന പ്രാർത്ഥനകൾ, എൻ്റെ ദൈവമേ, ആ ആശ്രമം, പോട്ട ആശ്രമം, ദൈവം ഒരുക്കിയ മണ്ണ്, ഈ മണ്ണിൽ നിന്നൊഴുകുന്ന അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലവും അന്തരീക്ഷവും അത്രത്തോളം ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഇടമാണ്. നമ്മൾ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സഭാപ്രസംഗൻ പറഞ്ഞ പോലെ ശ്രദ്ധയുണ്ടായിരിക്കണം, അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം തിരുവചനം. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 12:5. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. മനസ്സിലായോ? ഒന്നും കൂടെ വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന്
അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം, പോട്ടാശ്രമം. ഈ പോട്ടാശ്രമം ഏതെന്ന് കണ്ടെത്തി അവിടേക്ക് പോകണമെന്ന്. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങളുടെ കുടുംബാംഗങ്ങള് അല്ലെ, കുടുംബാംഗങ്ങൾ. ചിലർ ഇതിനൊക്കെ എതിരെ പറയുന്നവരൊക്കെ ഉണ്ടാവും. പോട്ട വരെ പോകേണ്ട കാര്യമുണ്ടോ, അവിടെ എന്താ നടക്കുന്നത്, കുറെ നാളായില്ലേ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്താ ചെയ്യണ്ടേ? അവരോട് പറയണം, ദേ വചനം പറയുന്നു, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു ധ്യാന കേന്ദ്രത്തെ തിരഞ്ഞെടുക്കുന്നത്, ഒരു വിശുദ്ധ സ്ഥലത്തെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടി? ആ ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി അല്ലേ? ആ സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് ചെല്ലണം, അന്വേഷിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്ത്, കേരളത്തിൽ തന്നെ ഒരു ദൂരെയുള്ള ഒരു ഇടവകപ്പള്ളിയിൽ ഒരു ധ്യാനത്തിന് പോയതാണ്. ഒരു 3 ദിവസത്തെ ധ്യാനം. അപ്പോൾ 1-ാം ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാര് ശുശ്രൂഷകർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി എന്നോട് ചോദിക്കുക, അച്ഛാ, ഈ പോട്ട ആശ്രമത്തിൽ ഇപ്പോ ധ്യാനമൊക്കെ ഉണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ ചോദിക്കണേ? അല്ല, ഞാൻ പണ്ട് ഒരു 25 വർഷം മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. അത് ശരി. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട്? പിന്നെ വന്നിട്ടില്ല അച്ഛാ. 25 വർഷം മുമ്പ്. അച്ഛാ, അച്ഛൻ കണ്ടോന്നറിഞ്ഞുകൂടാ, എന്റെ മകൻ പുറത്ത് നിപ്പുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായ കൊച്ച. 25 വർഷം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായ കൊച്ചാണത്. അച്ഛാ, പള്ളിയുടെ പുറത്ത് അവിടെ നിപ്പുണ്ട്. മിടുക്കനാ, മിടുക്കൻ, നല്ല മിടുക്കനാ. എന്നിട്ട് എന്നോട് ചോദിക്കുക, ഇവിടെ ഇപ്പൊ ധ്യാനമൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഈ ചോദിച്ച ആ ചേച്ചീനെ ഞാൻ ഒന്നും കൂടെ നോക്കി. എന്റെ പൊന്നു ചേച്ചി, 25 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ വഴിക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അച്ഛാ, അന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ദുഃഖം, അന്ന് പോട്ടെ പോയ കാര്യം നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. അന്ന് ഞങ്ങൾ പോയി, അവിടെ പോയി ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം അതുപോലെ പല സമയങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കണ്ട, പോട്ട വരെ വരാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നിന്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ഒരു കണ്ണുനീരിന്റെ വക്കിൽ വരെ എത്തണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി പോണോന്ന്. ജീവിതത്തിൽ ഒരു ഗതിയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമല്ല നീ ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്തൊരു ആലയത്തിൽ വരേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ കണ്ടിട്ടില്ല, അവർക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല വിവരമാണ് അല്ലെ? ചന്ദ്രനിൽ പോകാനുള്ള വഴി വരെ അറിയാം, പക്ഷെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകാൻ, അയ്യോ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ഉണ്ടോ, അവിടെ എന്താണ് എന്നൊക്കെ ചോദിക്കും അല്ലെ? ചന്ദ്രനിൽ പോകാൻ വഴി അറിയാം, പക്ഷെ പ്രായോഗികമായിട്ട് വീടിനടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ഒരു ധ്യാന മന്ദിരത്തിൽ അവിടെ എന്ത് നടക്കുന്നുവെന്ന് ചിന്തിക്കാൻ സമയമില്ല. അതിന് പകരം എന്ത് ചെയ്യും? യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ താഴെ കമന്റ് അങ്ങോട്ട് എഴുതിയിടും. അങ്ങനെ തന്നെ വേണം അല്ലേ? അതിനൊരു മടിയില്ല. എന്നാ പിന്നെ ഒരു ധ്യാനം കൂടി അവിടെ എന്താ നടക്കുന്നേ അതന്വേഷിക്കണ്ടേ? അതന്വേഷിക്കുകയല്ല, അതിന്റെ അകത്ത് പോയില്ല, പുറത്തിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറ്റാത്ത ആർക്കാ ഉള്ളേ? അത് ആർക്കും പറ്റും, കുറ്റം പറയാൻ പറ്റും. പക്ഷേ ത്യാഗമെടുത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പോകണം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എന്തിനാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നേ? നിന്റെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ അനുഭവിക്കുവാൻ. നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22, 22-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ് വചനഭാഗം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22, 22-ാം അധ്യായം 2-ാം തിരുവചനം വായിച്ചോ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. കണ്ടോ, ദൈവം പറയാണ്, നിന്റെ മകനെയും കൂട്ടിക്കൊണ്ട് നീ എങ്ങോട്ട് പോകണം? മോറിയ ദേശം, ഒരു സ്ഥലം കർത്താവ് കാണിച്ചു കൊടുക്കുവാണ്. അല്ലാതെ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് നീ ബലിയർപ്പിക്കാനല്ല ദൈവം പറയുന്നത്, മറിച്ച് നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന ഒരു സ്ഥലം മോറിയ ദേശത്തേക്ക് പോകണം. അടുത്ത വചനം എന്താ?
അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാണിച്ചു സ്ഥലത്ത് തരുന്ന- ചെല്ലണം. ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ സ്ഥലത്ത് എന്താണ്? അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ ആ. നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അർപ്പിക്കണം. കണ്ടോ? എന്നിട്ട് അടുത്ത വചനം, 3-ാം വചനം വായിച്ചേ. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്. എന്നാ പിന്നെ അബ്രാഹം ചിന്തിക്കുവാണ്, മോറിയ മല വരെ പോകണമെന്നില്ല, അതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്ഥലം ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലൊരു തുറന്നൊരു സ്ഥലം ഉണ്ടല്ലോ, ബലിയർപ്പിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങോട്ട് പോയോ? പോയോ? ഇല്ല. ദൈവം ഒരു സ്ഥലം തെരഞ്ഞെടുത്തിട്ട് പറയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോണം. പോട്ട ആശ്രമത്തെ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുത്ത്, എന്നിട്ട് ദൈവം പറഞ്ഞു വെക്കണ എന്നതാ, നീ ഇന്ന സ്ഥലത്തേക്ക് പോണം, ആ സ്ഥലത്ത് ചില കാര്യങ്ങളുണ്ട്, അതാ വചനം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടു. കണ്ടോ? ആ സ്ഥലം അങ്ങനെ ബൈബിൾ പറയണം. 9-ാം വചനം ഒന്ന് വായിച്ചേ. 9-ാം വചനം, ചാപ്റ്റർ 22:9. 9-ാം വചനം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കണ്ടോ? ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ബലിയർപ്പിച്ചു എവിടെയാ? അബ്രാഹം ബലിയർപ്പിച്ചു എവിടെയാ? ദൈവം പറഞ്ഞ സ്ഥലത്ത്. ദൈവം ഒരു സ്ഥലം തെരഞ്ഞെടുത്തിട്ട് പറയാണ്, എന്റെ പൊന്നു മകനെ, നീ അങ്ങോട്ട് പോണം, അവിടെ നീ ബലിയർപ്പിക്കണം, അവിടെ നിന്റെ ജീവിതത്തിന്റെ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ഈ പോട്ടാശ്രമത്തിൽ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാണ്. നമ്മൾ ഇപ്പൊ ഇത് കേൾക്കുന്നതിന്റെ ഉദ്ദേശം, നിന്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവര് ചിലപ്പോൾ മറുതലിച്ച് ചോദിക്കും, എന്തിനാ പോണേ? അവിടെ പോയിട്ട് കാര്യമുണ്ടോ? അവിടെ നടക്കുന്ന ഈ കൈ ഉയർത്തി സ്തുതിപ്പല്ലേ? ആയിക്കോട്ടെ, നീ പറയണം, നീ ആ സ്ഥലം വരെ ഒന്ന് പോവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ആളുകളെ ചേർത്ത് പിടിക്കണം, എന്നിട്ട് അവരോട് പറയണം. നിങ്ങൾ പറയാറുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് പറയാറുണ്ടോ? അതോ ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് കിട്ടിയ കൃപയും കണ്ട് അത് പൊതിഞ്ഞു പിടിച്ച് വീട്ടിൽ ഇരിപ്പാണോ? ആയിരിക്കരുത്. നിങ്ങളായിരിക്കുന്ന ഇടവകകളില്, കൂട്ടായ്മകളില് നിങ്ങൾ ചെന്നിട്ട് പറയണം, ദേ പോട്ടാശ്രമം വരെ പോവണം, അവിടത്തെ പരിശുദ്ധ ബലിയിലും ആരാധനകളിലും ശുശ്രൂഷകളിലും പങ്കെടുക്കണം. 365 ദിവസവും ശുശ്രൂഷ നടക്കുന്ന സ്ഥലമാണ്. നിന്നെ ദൈവം ഇന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അനേകരോട് പറയാൻ വേണ്ടി ദൈവം കൊണ്ടുവന്നതാണ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു വചനം കൂടെ പെട്ടെന്ന് പഠിച്ചേ. ദിനവൃത്താന്ത പുസ്തകം, നല്ല വചനമാണ്. ദിനവൃത്താന്ത പുസ്തകം, അങ്ങനെ ഒരു ബുക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? ബുക്ക് ഓഫ് ക്രോണിക്കൽ, ദിനവൃത്താന്ത പുസ്തകം. അതിന്റെ രണ്ടാം പുസ്തകം ദിനവൃത്താന്ത പുസ്തകം, രണ്ടാം പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. ദിനവൃത്താന്ത പുസ്തകം, ബുക്ക് ഓഫ് ക്രോണിക്കൽ, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7 വേഴ്സ് 12 ഓൺവേഴ്സ്. 12 മുതലുള്ള വചനങ്ങൾ. ഇപ്പൊ ഇങ്ങനെ ദൈവം തെരഞ്ഞെടുത്തല്ലോ, ആ സ്ഥലത്തിൽ എന്താണ് സംഭവിക്കണമെന്നും കൂടെ നമ്മളൊന്ന് പഠിക്കണം. ഒന്ന് വായിച്ചേ. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? വചനം പഠിപ്പിക്കുകയാണ്. ഇത് ബലിയർപ്പിക്കപ്പെടാനുള്ള, നിന്റെ പ്രാർത്ഥനകൾ ഉയരാനുള്ള ഒരു സ്ഥലമായി ഈ സ്ഥലം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏത് സ്ഥലം പറ? നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഈ മണ്ണ്, ഈ പോട്ട ആശ്രമം ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അടുത്ത വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ. അതൊന്ന് വായിച്ചേ. 13-ാം വചനം ഒന്ന് വായിച്ചേ. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സം. ഉദാഹരണത്തിന് കൊറോണ, മഹാമാരി, പ്രകൃതിക്ഷോഭം,
കൃഷിയിടങ്ങളിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചില രോഗങ്ങൾ, പീഡകൾ. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് വചനം. ഞാനൊന്ന് വായിക്കാം. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകളെയോ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ. എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണമെന്ന് വായിച്ചേ. അടുത്ത വചനം. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും. കണ്ടോ, ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നമ്മൾ അന്വേഷിച്ചു പോണം. അതാ, ദൈവത്തെ അന്വേഷിക്കണം. എന്നിട്ട് അടുത്തത്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. നമുക്കില്ലാത്തൊരു കാര്യമാണ്, ഇച്ചിരി കഷ്ടപ്പാടാണ്. എന്താണ് എളിമ? പ്രത്യേകിച്ച് മലയാളിക്ക് ഇച്ചിരി കുറവാ അല്ലേ എളിമ, അല്ലേ? പ്രത്യേകിച്ച് പള്ളിക്കകത്ത് എളിമപ്പെടാൻ വല്ലാത്ത പാടാ. ഇപ്പൊ കൈയൊക്കെ പൊക്കാൻ പറയുമ്പോൾ പിന്നെ കൈ പൊക്കിയിട്ട് വേണോ ദൈവം പ്രാർത്ഥന കേൾക്കാൻ? ഹൃദയങ്ങൾ അറിയുന്ന ദൈവം അല്ലേ? ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്തിനിങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കണേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അല്ലെ? നമുക്കൊരിച്ചിരി എളിമക്കുറവുണ്ട്. എന്നാൽ അതേസമയം തന്നെ ബീവറേജിന്റെ വാതിക്കൽ ക്യൂ നിൽക്കാൻ, എത്ര മണിക്കൂർ നിൽക്കാൻ ഒരു നാണക്കേടും ഇല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ പള്ളിക്കകത്ത് കൈകൂപ്പാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാണക്കേടാണ്. പുറത്ത് പള്ളിപ്പെരുന്നാളിന് ശിങ്കാരിമേളം നടക്കുമ്പോ ഉടുത്തിരിക്കുന്ന മുണ്ട് തലേ കെട്ടി തലയും കുത്തിമറിയാൻ ഒരു നാണക്കേടും ഇല്ല. ഇതാണ് നമ്മുടെ സ്വഭാവം. ഇങ്ങോട്ട് നോക്കിക്കേ. എളിമപ്പെട്ട് പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലെന്ന് ഈശോയെന്നൊക്കെ വിളിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ചങ്ക് കീറി അങ്ങ് വിളിച്ചോണം. കൈ ഉയർത്താനൊക്കെ അവസരം കിട്ടുമ്പോൾ കാരങ്ങൾ ഉയർത്തി വിളിച്ചോണം. അല്ലാതെ മറ്റുള്ളവർ എന്നാ വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചെയ്യേണ്ട എന്താ? കിട്ടുന്ന സമയം എളിമപ്പെട്ട്, തമ്പുരാനെ ഞാൻ ഇത്രേ ഉള്ളൂ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അടുത്ത വചനം എന്താണ് വായിച്ചേ? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. കണ്ടോ, 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കണം. ഒന്ന് ഏതാ പറഞ്ഞേ? ദൈവത്തെ അന്വേഷിക്കണം. ഒച്ചത്തിൽ പറ. ഒന്ന്, അന്വേഷിക്കണം. കണ്ടോ, ഇങ്ങനെയുള്ള ധ്യാന മന്ദിരങ്ങൾ കണ്ടെത്തി പോണം, അന്വേഷിക്കണം. 2, അങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ എന്ത് ചെയ്യണം? എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരൊക്കെ ധ്യാനത്തിന് വരുമ്പോൾ അന്വേഷിക്കുന്നത്, ഇവിടെ AC റൂമുണ്ടോ, ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ്, കോണ്ടിനെന്റൽ ഭക്ഷണമാണോ, എൻ്റെ കൊച്ചിന് കൊതുക് കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് റിസോർട്ടല്ല. കേട്ടോ, ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കല്ല, ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറയും, അച്ഛാ പണ്ട് ദേ ഇവിടെ ഓല ഷെഡ്, അതിന്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്നാ പ്രാർത്ഥിച്ചത്. എന്നിട്ട് പകല് മുഴുവൻ ധ്യാനം, വചനം കേൾക്കും, രാത്രി ആകുമ്പോൾ ആ കസേര മാറ്റി വെച്ച് അവിടെ കിടക്കും. ഒന്നുമില്ലായിരുന്നു അച്ഛാ, ഈ കോരിച്ചൊരിയുന്ന മഴയും ഈ കഷ്ടപ്പാടും. അന്ന് എന്തായിരുന്നു പ്രത്യേകത? അന്ന് നമുക്ക് ഇത്രയും വലിയ സൗകര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളൊക്കെ ആയി. AC റൂമില്ലെങ്കിൽ ചിലക്ക് ഉറക്കം വരൂല്ല. അപ്പൊ ധ്യാന മന്ദിരത്തിലോട്ടൊക്കെ വരുമ്പോ ഓർക്കേണ്ട കാര്യം, അത്ര വലിയ സുഖ സൗകര്യം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതിന് നമ്മൾ വല്ല റിസോർട്ടിൽ വല്ലതും പോകണം. എന്താ ചെയ്യണ്ടേ? ധ്യാന മന്ദിരത്തിൽ വരുമ്പോൾ എളിമപ്പെട്ട് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് കിടന്നുറങ്ങി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് പുരിഞ്ചാച്ച. ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്, വേറെ ഒന്നിനുള്ള സ്ഥലമല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രത്യേകത വചനം പഠിപ്പിക്കുന്നത്. നീ ആ സ്ഥലം അന്വേഷിക്കണം, അവിടെ പോണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് 3-ാമത്തെ വചനം പറയുന്നത്, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. അതിനാണ് പോട്ടാശ്രമത്തിലൊക്കെ എപ്പോഴും അവിടെ കുമ്പസാരത്തിന് വലിയൊരു ഹോള്, എപ്പോഴും വൈദികര്. എന്തിനാ? തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള വചനം കൂടെ ഒന്ന് പഠിച്ചേ. അതിനുശേഷമുള്ള വചനം ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട്
അവരുടെ പാപങ്ങൾ അവരുടെ ക്ഷമിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കേട്ടോ, ദേ ഒന്നും കൂടെ വായിച്ച ആ വചനം. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവം നിന്റെ ദേശത്തെ സമ്പുഷ്ടമാക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടെന്ന് കർത്താവ് ഈ ആലയത്തിൽ നിന്ന് നിന്നെ പഠിപ്പിക്കും. എന്നിട്ട് ഒരു സുന്ദരമായ വചനം കൂടെ പഠിച്ചാൽ ഇത് ക്ലിയർ ആവും. അടുത്ത വചനം 15-ാമത്തെ വചനം ഒന്ന് വായിച്ച. 15. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പഠിച്ചോണേ, ഇവിടെ നിന്നുയരുന്ന, എവിടെ നിന്നുയരുന്ന? നിന്നെ തെരഞ്ഞെടുത്ത് ഈ ആലയത്തിൽ പോട്ടാശ്രമത്തിൽ കൊണ്ടുവന്നിരിക്കുക. കർത്താവ് പറയും, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രുതിപറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചന ശുശ്രൂഷ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി പേര് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ നേരെ എതിരെ പറയുന്നവരുണ്ടാവും. അവരോട് വചനത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കണം, കാര്യം പറഞ്ഞു കൊടുക്കണം. ദൈവം ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, പ്രാർത്ഥിക്കണം. ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ പോട്ടാശ്രമം, ഇതുപോലെ കേരളത്തിലുള്ള ധ്യാന മന്ദിരങ്ങൾ, അവിടെയൊക്കെ സന്ദർശിക്കണം, ധ്യാനങ്ങളിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അങ്ങനെയുള്ള ഇടങ്ങളിൽ പോയാലുള്ള ഒരു മെച്ചം എന്നാന്നറിയോ? പെട്ടെന്ന് ദൈവം ചില കാര്യങ്ങളിൽ ഇടപെടും. നീണ്ട നാളുകളായി നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യത്തിനൊരു അനക്കയില്ല, എന്നാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ദൈവം ആ വിഷയത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാവരും ചാടി എഴുന്നേറ്റ് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എഴുന്നേറ്റ് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം ഈ ശുശ്രൂഷയ്ക്ക് നിന്നെ ഈ ആലയത്തിൽ കൊണ്ടുവന്നത് ഈ ഒരു കാര്യം പഠിക്കാനാണ്. ദൈവം തെരഞ്ഞെടുത്തൊരു മണ്ണിലാണ് ഞാൻ. ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വസിച്ചോണം, കർത്താവ് നിന്റെ ഒരു ആത്മീയ സാന്നിധ്യം ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ ഉണ്ടെന്ന് ഉറപ്പ് പറയുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇപ്രകാരം ഒരു സ്ഥലം ഒരുക്കി തന്ന അങ്ങേക്ക് നന്ദി. ഈ പോട്ടാശ്രമത്തെ ഓർത്തുകൊണ്ട് നന്ദി. ഈ ആലയം ഈ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി നിമിത്തമായിരുന്ന അനേക വൈദികർ, അനേകം ആത്മായ ശുശ്രൂഷകർ, കർത്താവെ നന്ദിപൂർവ്വം ഓർക്കുന്നു. വർഷങ്ങളായിട്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരക്കണക്കിന് ദൈവജനം, കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മണ്ണിൽ ഇന്നോളം ചൊരിഞ്ഞല്ലോ. ഈ കൃപകൾ ഇനിയും വർഷിക്കണമേ. 2 കരങ്ങളും ഉയർത്തി കണ്ണുകളടച്ച് യേശുവേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ലോകത്തിന്റെ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ദൈവജനം ഈ ആലയത്തിലേക്ക് ഒഴുകപ്പെടുവാൻ, എല്ലാ കെട്ടുകളും അഴിയപ്പെടുന്ന ദൈവ സാന്നിധ്യം ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് സ്വീകരിക്കപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ ആത്മാവ് ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ നിന്റെ മേലെ വ്യാപരിക്കട്ടെ. ഈശോയെന്ന് വിളിക്കട്ടെ. പോരാ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കുന്ന ദൈവശക്തി വെളിപ്പെടുത്തുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ച് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.